എല്ലാവർക്കും ഫോറസ്റ്റ് ഗൈഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒന്നാണ് ബ്രോയുടെ പി ഹാൻഡിൽ ഒന്ന് കാണിക്കുക എന്നുള്ള കാര്യങ്ങൾ. ആക്ച്വലി ഞാനൊരു കോഴ്സ് കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു 2 മന്ത്സ് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. ഒട്ടുമിക്ക ആൾക്കാരും നമ്മളടുത്ത് കോഴ്സ് ചേരുന്നതിനൊക്കെ മുമ്പ് നമ്മളടുത്ത് പി ഹാൻഡിൽ ചോദിക്കുക, അതെങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ മെയിനായിട്ട് ഫോറക്സിൽ ചെയ്തുകൊണ്ടിരുന്ന ഫേംസ് ഫണ്ടിങ് ഫേംസ് ആയിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ട്രേഡ് ചെയ്യാൻ ഫണ്ടൊന്നും ഇല്ലാതിരുന്നൊരു സമയത്ത് ഒരു 2023 ഫണ്ട് ആൻഡ് ഫേംസിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് ഞാൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത്. ആ ഒരു സമയത്തുണ്ടായിരുന്ന ഫേമായിരുന്നു MFF ഒക്കെ ആയിരുന്നു. MFFിലൊക്കെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അക്കൗണ്ട് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ആയിരുന്നു. ലൈവ് അക്കൗണ്ട് ആയിരുന്നു. അത് അങ്ങനെ കുറച്ച് പേയ്മെൻറ്റ് കിട്ടാതെ, പിന്നെ അതുപോലെ തന്നെ ഡീലിലായിരുന്നു ആ ഒരു സമയത്തൊക്കെ പേ ഔട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ചൊക്കെ ക്രിപ്റ്റോയിലൊക്കെയാണ് നമ്മൾ പേയ്മെൻറ്റ് എടുത്തിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2025 വരുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നത് 2024 എത്ര എമൗണ്ട് ഏൺ ചെയ്തു, ഇത്രയും കാര്യങ്ങളാണ് ഞാനത് നോക്കുന്നത്. അതേപോലെ തന്നെ എന്തെല്ലാം സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്, അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാനൊരു 2008 ട്രേഡിംഗ് ഫീൽഡിലേക്ക് ഞാൻ വന്നത്. അതിനുശേഷം കുറേ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഒരു 3 ഇയറൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം കൊറോണയുടെ ഒരു സമയം തൊട്ട് മുമ്പാണ് 2019 ലാസ്റ്റോടുകൂടിയൊക്കെയാണ് ഞാൻ വീണ്ടും ട്രേഡിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. ആ ഒരു സമയത്താണ് ഈ പറയുന്ന സോഫ്റ്റ്വെയറായ ബുക്ക് മാപ്പും അതേപോലെ തന്നെ ഓർഡർ ഫ്ലോയും വോളിയം പ്രൊഫൈലും പഠിക്കാനിടയായത്. യാദൃശ്യമായിട്ടൊരു മലേഷ്യൻ ട്രേഡറെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരുന്നതിന് ലാസ്റ്റ് അദ്ദേഹം അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ അവരിൽ നിന്ന് കിട്ടിയ കുറേ ആശയങ്ങൾ, അതേപോലെ തന്നെ അലക്സ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്നൊക്കെ കിട്ടിയ കുറേ കാര്യങ്ങൾ, കുറേ കോഴ്സ് കണ്ടൻറ്റുകൾ, ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം നമുക്ക് ബുക്ക് മാപ്പ് ഇന്ത്യയിൽ അവൈലബിൾ അല്ലായിരുന്നു. ആദ്യം ഓർഡർ ഫ്ലോ പഠിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്കാണ് ട്രൈ ചെയ്തത്. ആക്സൽ പിക്സിൻ്റെയും ട്രൂ ഡാറ്റയുടെയൊക്കെ ഡാറ്റ വെച്ചിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പാണ് നമ്മൾ ആ ഒരു സമയത്ത് ഞാൻ നോക്കിയത്. ആ ഒരു സമയത്ത് ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾ, നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സൊക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. പിന്നീടായപ്പോഴാണ് നമുക്കിതിനകത്ത് ട്രാപ്പ് എന്താണ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നമുക്കിപ്പോൾ ഓർഡർ ഫ്ലോയിൽ മിക്കവരും പഠിപ്പിച്ചിടുന്ന അല്ലെങ്കിൽ പഠിച്ചു പോകുന്ന ഒരു ഇതാണ്, ഇതിനകത്ത് ഡെൽറ്റ എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. നമുക്കൊരു ക്യാൻഡിലെ ബയ്യറും സെല്ലറും കഴിഞ്ഞിട്ടുള്ള ഡിഫറൻസ് കാണിക്കുന്ന ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബുള്ളിഷിലേക്ക് പോകും. ഡെൽറ്റ നെഗറ്റീവ് ആണെങ്കിൽ മാർക്കറ്റ് ഡൗൺ പോകും. ഈ ഒരു രീതിയിലായിരുന്നു എന്താ പറയുക നോർമലി വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ ഞാൻ മലേഷ്യ അവരൊക്കെ ആയിട്ട് കണക്റ്റഡ് ചെയ്ത് വന്നപ്പോഴാണ് അങ്ങനെയൊന്നും അല്ല ട്രേഡിംഗ് എന്നുള്ളത് മനസ്സിലായത്. നമ്മൾ ഇവിടെ ഫോറക്സ് പഠിച്ച അതേ സ്ട്രാറ്റജീസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഒട്ടും വർക്കിംഗ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് എപ്പോഴും നമ്മുടേതായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എന്നും എൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണെങ്കിൽ തന്നെ ഓരോ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും സെറ്റിങ്സൊക്കെ മാറ്റി ഓരോ ദിവസവും മാറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കും. അതേപോലെ അങ്ങനെ ഇരിക്കുകയാണ് ഒരു വോളിയം പ്രൊഫൈലിൻ്റെ ട്രേഡർ ഡേലിൻ്റെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രേഡർ ഡേലിൻ്റെ ഒരു വീഡിയോ കണ്ടത്. ട്രേഡർ ഡേലിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു കോഴ്സിൻ്റെ കണ്ടൻറ്റും കിട്ടിയതിനിടയിൽ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അത് വർക്കിംഗ് ആവുന്നില്ല. അതിന് ഞാൻ നേരെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറക്സിൽ ഉപയോഗിക്കുന്ന രീതിക്ക് പറയാം, നേരെ ഇന്ത്യൻ മാർക്കറ്റിൽ അത് റിവേഴ്സിൽ ചെയ്തപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ അത് വർക്കിംഗ് ആയിട്ട് കാണാം. അത് ഞാൻ ഓപ്ഷൻസിലാണ് ട്രൈ ചെയ്തത്. അങ്ങനെ ഒരു 4 മാസം അങ്ങനെ ട്രേഡിങ് വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്ന സമയത്ത് കൊറോണയ്ക്ക് തൊട്ട് മുമ്പൊക്കെ ആയപ്പോഴത്തേക്കും വൊളാറ്റിലിറ്റി ഉള്ള സമയത്ത് അത് വർക്കിംഗ് ആവുള്ളൂ. കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ FIസിൻ്റെ കുറച്ച് ബയ്യിങ് ഒക്കെ ആ സമയത്തൊക്കെ വന്നതോടുകൂടി നമ്മുടെ സ്ട്രാറ്റജി വർക്കിംഗ് ആവാതെ, അത് പിന്നെ കൊറോണ വന്നു, ഭയങ്കര ഫോളൊക്കെ വന്നപ്പോൾ വീണ്ടും ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എന്താ പറയുക FIസിൻ്റെ ഒക്കെ നല്ല ബയ്യിങ്. ചില സമയം നമ്മൾ സെല്ലിലേക്ക് പോകുന്ന സമയത്ത് FIs വന്നിട്ട് വിക്സ് വളരെ കുറഞ്ഞത്, വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വളരെ കുറഞ്ഞതുകൊണ്ട് തന്നെ താഴേന്നൊരു ബയ്യിങ് വരും. അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ ഫെയിൽ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ വീണ്ടും ഫോറക്സ് തന്നെ ഞാൻ ആ സമയത്തൊക്കെ ക്രൂഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോറക്സ് ഗോൾഡിലേക്ക് അങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു. എൻ്റെ ഒരു ട്രേഡിങ്ങിൽ നിൽക്കുന്ന ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ എടുക്കുന്ന എഫർട്ടിൻ്റെ ഒരു 90% നമ്മൾ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 30% നമ്മൾ അതിന് എഫർട്ട് ഇട്ടുവെച്ചാൽ മതി. സെയിം സ്ട്രാറ്റജീസ് തന്നെ ഇവിടെയൊക്കെ വർക്കിംഗ് ആവും. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്ട്രാറ്റജീസ് ചെയ്യണം എന്നുള്ളൂ. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറാണ്, ബുക്ക് മാപ്പ് എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് എവിടെയാണ് ലിക്വിഡിറ്റി കിടക്കുന്നത്, ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി, നമുക്കിപ്പോൾ ഓരോ ലിക്വിഡിറ്റി എവിടെ കിടക്കണമെന്ന് കാണാം. അതേപോലെ തന്നെ ട്രംപ് അധികാരമേക്കുന്ന ആ ഒരു സമയം തുടങ്ങി നല്ലൊരു ലിക്വിഡിറ്റി ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട്. 2800 എന്ന് പറയുന്ന ഫ്യൂച്ചറിൻ്റെ പ്രൈസിലും, അതേപോലെ 2640 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഇവിടെയും അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഓൾറെഡി കിടപ്പുണ്ട്. എന്തായാലും ഈ ഒരു വീക്കെൻഡ് ഈ 2 ഏരിയ ഏതെങ്കിലും ഒന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും ഫർദർ മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിലുണ്ടാവും. ഈ ഒരു സോഫ്റ്റ്വെയറാണ് എൻ്റെ ലൈഫിൽ അത്യാവശ്യം ഫസ്റ്റ് ടൈം എനിക്കൊരു ഹെൽപ്പ് വന്നത്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സോഫ്റ്റ്വെയറാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഞാനിപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പോസ്റ്റ് ചെയ്തു, നമുക്ക് ലോങ്ങിലേക്ക് പോകാം എന്നുള്ളൊരു ഡിസിഷൻ വരുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഞാൻ അത് പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ നമുക്കൊരു ബൈയിങ് ഉണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് എനിക്കൊരു വോളിയം പ്രൊഫൈലിൻ്റെ പാറ്റേൺസ് കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഫോമിന് ശേഷം അവിടെ ഒരു ബൈയിങ് ഉണ്ടെന്നും നമ്മൾ ചെറിയ ഏരിയയിലൊക്കെ എക്സിറ്റ് ആവാനുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ ഓർഡർ ഫ്ലോ ഇതിനകത്ത് ഓൾറെഡി ആഡഡ് ആണ്. നമുക്ക് അടിയിൽ അറിയാൻ പറ്റും എത്ര ബയ്യർ ഉണ്ടായി, ആ ക്യാൻഡിലിൽ മൊത്തം ഡിഫറൻസ് ഡെൽറ്റ ഈ ഒരു ക്യാൻഡിലിൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ വോളിയം പ്രൊഫൈലുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും സ്ട്രാറ്റജീസാണ് മെയിനായിട്ട് ഫോറക്സിലേക്ക് വന്നപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്ത്. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് വോളിയം പ്രൊഫൈലിൻ്റെ പാറ്റേണിൻ്റെ ഫോർമേഷനാണ്. അതാണ് ശരിക്കും ഒരു കുറേ ചേഞ്ചസ് വന്നത്. പിന്നെ അതുപോലെ തന്നെ ബുക്ക് മാപ്പിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും കാണാതെ ആണ് ക്യാൻഡിലിലെ ലിക്വിഡിറ്റീസ് എല്ലാം വരയ്ക്കുന്നത്. തലേ ദിവസത്തെ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും നമുക്ക് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ലൈവായിട്ട് വരുന്നത് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങളുടെ സ്ട്രാറ്റജീസ് പരമാവധി ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു എന്ന് വിചാരിക്കുക. ഈ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിൽ എൻട്രി ചെയ്യാം. കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബിഗ് പ്ലെയേഴ്സ് ഓൾറെഡി അവിടെ കഴിഞ്ഞു. ഇനി അവരുടെ ഇത് ഒരു 90% ലിക്വിഡിറ്റിക്ക് എഗെയിൻസ്റ്റ് ട്രേഡാണ്, ഓപ്പോസിറ്റ് ട്രേഡാണ് വരാറ്. ഇത് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നോർമലി താഴത്തേക്ക് വരാറ്, 90% ട്രേഡും വരാതെ. ബാക്കിയെല്ലാം നമ്മൾ ഇത് കൺസെപ്റ്റ് എടുക്കുന്നത് ഓർഡർ ഫ്ലോ നോക്കിയിട്ടാണ്, എന്ത് ഡിസിഷനാണ് അവിടെ വന്നതെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ചിലപ്പോൾ ലിക്വിഡിറ്റി ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും പറന്ന് മുകളിൽ ഈ ലിക്വിഡിറ്റി ഒക്കെ എടുക്കാനായിട്ട് പോയേക്കാം. അപ്പോൾ അപ്പോഴും ചെയ്യേണ്ടത് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് കൺഫർമേഷൻ വണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താൽ ഒരു 90% ട്രേഡ് രീതിയിൽ സക്സസ് ആവും. ഇപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് 2024 എത്ര ഏൺ ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ നേരിടേണ്ടി വന്നത് ഞാനൊരു ബുക്ക് മാപ്പിൻ്റെയും ഓർഡർ ഫ്ലോയുടെയും വോളിയം പ്രൊഫൈലിൻ്റെയും കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന നേരത്താണ്. എന്തായാലും ഞാൻ 2023 ഡിസംബറിൽ ഏകദേശം ഒരു 1626 രൂപ USD പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ MFF ഒക്കെ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒക്ടോബർ ആ സമയമാണ്. ആ സമയത്ത് എൻ്റെ ലൈവ് അക്കൗണ്ട് പോയി. പിന്നെ എനിക്ക് കിട്ടിയത് ഡീലിലൂടെ കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ MFFൻ്റെ ഇഷ്യൂവിന് ശേഷമാണ് ഡീലിൻ്റെ ഒരു ഇത് പോയത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓപ്പണും കാര്യങ്ങളാക്കാൻ പറ്റുന്നില്ല. ഫണ്ടൻ നെക്സ്റ്റിലായിരുന്നു ഏകദേശം 2000 USD എടുത്ത് ഫണ്ടൻ നെക്സ്റ്റിലും അങ്ങനെ കിട്ടിയിരുന്നു. ഫണ്ടൻ നെക്സ്റ്റിൽ അല്ലാതെയും അതിനുശേഷം കിട്ടിയേക്കുന്നത് ഈ ഒരു ഇതിൽ വന്നിട്ടില്ല. കാരണം ഫണ്ടൻ നെക്സ്റ്റിൻ്റെ അവരുടെ വെബ്സൈറ്റ് ഒന്ന് മോഡിഫിക്കേഷനൊക്കെ ഈ ഇടയ്ക്ക് മാറ്റിയപ്പോൾ നമ്മുടെ ആ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് 2024 നോക്കിക്കുന്നത് 1116 എന്ന് പറയുന്ന ഡോളറാണ് ഞാൻ 2024 ജാനുവരി 4 ഏൺ ചെയ്തത്. അതിനുശേഷം ജാനുവരി 12 1440 USD നമ്മൾ പ്രോഫിറ്റായി. പിന്നെ അതിനുശേഷം ആൽഫ ക്യാപിറ്റൽ ഏകദേശം 2364 USD പ്രോഫിറ്റിൻ്റെ. ആൽഫയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഞാൻ എടുത്തത്. അതുപോലെ ആൽഫ ആ ഒരു സമയത്തൊന്നും 855, അതേപോലെ 874 USD, പിന്നെ ഒരു 1199 USD പ്ലസ് 4430 പ്ലസ് 798 ഏകദേശം 15734 USD ആണ് ഈ ഒരു നമ്മുടെ റൈസ് വഴി ഞാൻ പേയ്മെൻറ്റ് എടുത്തത്. പിന്നെ എടുത്തേക്കുന്നത് ഈ പറഞ്ഞ പോലെ ഡീലിൽ കുറച്ച് പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫണ്ടൻ നെക്സ്റ്റിൻ്റെ ക്രിപ്റ്റോ വഴിയുള്ള പേയ്മെൻറ്റ്സ് എന്തോ ഒരു 1600 2000 എന്തോ ഉണ്ടായിരുന്നു. ഇത്രയും പേയ്മെൻറ്റ്സാണ് നമ്മൾ എടുത്തത്. ഏകദേശം നോക്കുമ്പോൾ ഒരു 20,000 USD എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എമൗണ്ട് തന്നെ 15734 ടോട്ടൽ കഴിഞ്ഞ വർഷം ആയിട്ട് പ്രോഫിറ്റായിട്ട് എടുത്തത്. ഇതിന് എല്ലാം ട്രേഡ് ചെയ്യാൻ, ഇതെല്ലാം ട്രേഡ് സെറ്റപ്പിലേക്കൊക്കെ വന്നത് ഈ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കൊണ്ടാണ് നമ്മളത് മെയിനായിട്ട് ആ ഒരു രീതിയിലേക്ക് വന്നത്. എപ്പോഴും എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വോളിയം പ്രൊഫൈൽ തന്നെയാണ് ഒരു ഗെയിം ചേഞ്ചിങ് വന്നത്. അതുപോലെ തന്നെ ബുക്ക് മാപ്പ് നമുക്ക് ലിക്വിഡിറ്റി എവിടെ കിടക്കുന്നത്, എവിടെയാണ് ബിഗ് പ്ലേയേഴ്സ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വർഷം കണ്ടിന്യൂസ് പ്രോഫിറ്റുകൾ ആകാനായിട്ട് യൂസ് ചെയ്തത്. ഏകദേശം ഒരു 17 വർഷത്തോളമായി. 2008 വന്നാണ്. ആ ഒരു വർഷത്തോളത്തിൽ ഏകദേശം കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടായെങ്കിലും ഒരു 4 വർഷമായിട്ടുള്ളൂ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡിങ്ങിലേക്ക്. എൻ്റെ ഏറ്റവും നല്ല കരിയറിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു 2024. എന്തായാലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഏകദേശം 20,000 USD അടുത്ത് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ കണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും കോഴ്സൊന്നും ചേരാൻ വരണ്ട. കാരണം ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന ട്രേഡ്സൊക്കെ എൻ്റെ മൈൻഡിൽ വരും, പെട്ടെന്ന് കുറേ നാളിരുന്നത് കൊണ്ട് തന്നെ വരുന്നതാണ്. കോഴ്സ് കണ്ടൻറ്റ് മെയിനായിട്ട് ബുക്ക് മാപ്പും ഓർഡർ ഫ്ലോയും വോളിയം പ്രൊഫൈലും. അതേപോലെ തന്നെ നമ്മൾ കണ്ട് ശീലിച്ചേക്കുന്ന രീതിയിലുള്ള ഓർഡർ ഫ്ലോ അല്ല. നമ്മൾ വെറുതെ ചെറിയ കുറച്ച് 3-4 ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള തിങ്സ് മാത്രമേ നമ്മൾ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇത്തരത്തിൽ സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ, ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക്കാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബുക്ക് മാപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോകുക. അവിടെ നിങ്ങൾക്ക് നല്ല കണ്ടൻസ് ഉണ്ട്. അവരുടെ യൂട്യൂബ് ചാനലിലും പോകുക, നല്ല കണ്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓർഡർ ഫ്ലോ പഠിക്കാനായിട്ട് ബേസിക് ആണെങ്കിൽ ട്രേഡർഡെയിലിൻ്റെ തന്നെ ട്രേഡർഡെയിൽ എന്ന് പറയുന്ന ആളുടെ യൂട്യൂബ് വീഡിയോ നല്ല രീതിയിൽ കണ്ടൻസ് ഉണ്ട്. അതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർഡർ ഫ്ലോ കണ്ടൻറ്റാണ്. പക്ഷേ ആ ഓർഡർ ഫ്ലോ കണ്ടൻ്റ് ഒന്നും നമ്മൾ ഫോറക്സിലേക്ക് വന്നപ്പോൾ ഗോൾഡിലൊന്നും അത്ര വർക്കിംഗ് അല്ല. പക്ഷേ നല്ല കണ്ടൻറ്റ് പഠിക്കാനായിട്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് നല്ല കണ്ടൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വോളിയം പ്രൊഫൈലിലും ഇതുണ്ട്. അത് രണ്ടും നിങ്ങൾ പഠിക്കുക, ബേസിക്സ് പഠിക്കുക. അത് വെച്ചിട്ട് നിങ്ങളൊരു ചെറിയൊരു ഗോ ചാർട്ടിൻ്റെ ഒക്കെ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈല്, വോളിയം പ്രൊഫൈല്, നമ്മുടെ ഓർഡർ ഫ്ലോ ഇതെല്ലാം കിട്ടും. ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഒന്ന് ട്രേഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒക്കെ പുറകെ പോകാതെ കുറച്ച് മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇത്രയും മാറിയിട്ടും പല ആൾക്കാരും മാറിയിട്ടില്ല. നിങ്ങൾ ഇത്രയും കാലം മാറാൻ ശ്രമിക്കുക. ചെറിയ പഠിക്കാൻ ഒരു 1500 രൂപ എന്തേ ഉള്ളൂ മന്ത്ലി ഫീസ് എടുക്കാണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓർഡർ ഫ്ലോ എടുത്തിട്ട് നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ തന്നെ കണ്ടിന്യൂസ് അതിൻ്റെ ഡാറ്റ സബ്സ്ക്രിപ്ഷൻ നിർത്താതിരിക്കുക. കണ്ടിന്യൂസ് ഇരുന്ന് ഡാറ്റ റീഡ് നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്കും എക്സ്പെർട്ട് ആവാനായിട്ട് സാധിക്കും. ഇതാണ് എനിക്ക് ഈ ഒരു വർഷത്തെ നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും അഡ്വൈസ്. എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ട്രേഡിംഗ്.